തൃശൂർ ജില്ലയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പഴയ തറവാട് വീടുണ്ടായിരുന്നു. ആ വീട് സിമെന്റും മണ്ണും കല്ലും കൊണ്ടും ഉള്ളതല്ല. അതിൽ ഫിറോസിന്റെയും ഫർസാനയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മകൾ ഒളിഞ്ഞിരുന്നു. 2 വർഷം മുന്നേ ഒരു കാർ അപകടത്തിൽ അവരുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. അന്ന് ഫിറോസിന് 22 വയസ്സും ഫർസാനക്ക് വെറും 18 വയസ്സുമായിരുന്നു. അതിനുശേഷം ഫർസാനയുടെ ഉപ്പയും ഉമ്മയും ഫിറോസ് ആയിരുന്നു. അവൻ പഠനം നിർത്തി ഒരു ചെറിയ തുണിക്കടയിൽ ജോലിക്ക് കയറി. ഫർസാനയുടെ കോളേജ് പഠനം തടസ്സപ്പെടാതിരിക്കാൻ 2 പേരടങ്ങുന്ന ഒരു ചെറിയ ലോകമായിരുന്നു അവരുടെ വീട്. ഫിറോസ് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫർസാനക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും. ഫർസാന കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇക്കാക്കുള്ള എല്ലാതും അവളും തയ്യാറാക്കി വെക്കും. പണത്തിന് കുറവുണ്ടായിരുന്നെങ്കിലും അവരുടെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഫിറോസിന് ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഫർസാനയുടെ നിക്കാഹ് വലിയ ആഡംബരമായി നടത്തണമെന്ന്. അവൾക്കൊരിക്കലും ഉപ്പയുടെയും ഉമ്മയുടെയും കുറവ് തോന്നരുത്. വർഷങ്ങൾ കടന്നുപോയി. ഫർസാന കോളേജ് പഠനം പൂർത്തിയാക്കി. അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. ഉടനെ ഒരു നല്ല മുസ്ലിം കുടുംബത്തിൽ നിന്ന് അവൾക്ക് വിവാഹാലോചന വന്നു. ചെക്കന്റെ പേര് അജ്മൽ. ബാങ്കിൽ മാനേജർ ആയിരുന്നു. അജ്മലിന്റെ കുടുംബം വളരെ നല്ലതും ലളിതവുമായിരുന്നു. അവർക്ക് ഫർസാനയെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പെൺകുട്ടിനെ മാത്രം മതി, അവർ പറഞ്ഞു. ഇത് കേട്ട് ഫിറോസിന്റെ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. പക്ഷേ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഫർസാനയെ ഒരു രാജകുമാരിയെ പോലെ യാത്രയാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഫിറോസ് നിക്കാഹിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഗ്രാമത്തിലെ ഏറ്റവും നല്ല മണ്ഡപം, രുചികരമായ ബിരിയാണിയും മറ്റ് വിഭവങ്ങളും. ഫർസാനക്ക് ഒരു ഡിസൈനർ ലെഹങ്ക, ഇതെല്ലാം ബുക്ക് ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ കണക്കെടുത്തപ്പോൾ പകുതി പോലും തികയില്ലായിരുന്നു. കൂട്ടുകാരോട് കടം ചോദിച്ചു, ബാങ്കിൽ ലോൺ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. നിക്കാഹിന്റെ ദിവസം അടുത്തു വന്നു. ഫിറോസിന്റെ ഉറക്കവും മനസ്സമാധാനവും പോയി. ഫർസാനയുടെ മുന്നിൽ അവൻ പുഞ്ചിരിച്ചു നിന്നെങ്കിലും പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവസാനം ഒരു വഴിയും ഇല്ലാതെയായപ്പോൾ ഫിറോസ് ഒരു വലിയ തീരുമാനമെടുത്തു: ആ തറവാട് വീട് വിൽക്കാൻ. ആ തീരുമാനം അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ആ വീട് അവന്റെ ജീവനായിരുന്നു. ഉപ്പയുടെ പഴയ കസേര, ഉമ്മയുടെ പാചകത്തിന്റെ മണം, ചിരിച്ചും കളിച്ചും ഓടി നടന്ന ഓർമ്മകൾ എല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഫർസാനയുടെ സന്തോഷം അതിനേക്കാൾ വലുതായിരുന്നു. ഈ വീട് വെറുമൊരു കെട്ടിടമാണ്, എന്റെ ലോകം ഫർസാനയാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. ഫർസാനയോട് ഈ കാര്യം അവൻ പറഞ്ഞില്ല. അവൻ മറച്ചുവെച്ചു. അവളെ വേദനിപ്പിക്കരുത് എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഫിറോസ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കണ്ട് കരാർ ഉറപ്പിച്ചു. വാങ്ങുന്ന ആൾ നിക്കാഹ് ചെലവിന് വേണ്ടി ഒരു വലിയ തുക മുൻകൂറായി നൽകി. ബാക്കി തുക നിക്കാഹിന് ശേഷം വീടൊഴിയുമ്പോൾ തരാമെന്ന് ഉറപ്പിച്ചു. ഫിറോസിന്റെ കയ്യിൽ പണം എത്തിയെങ്കിലും അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു. അവന്റെ ജീവൻ വിറ്റ പോലെ അവന് തോന്നി. നിക്കാഹിന്റെ ഒരുക്കങ്ങൾ ഉഷാറായി. നല്ല മണ്ഡപം ബുക്ക് ചെയ്തു. ബിരിയാണിയും വിഭവങ്ങളും ഓർഡർ ചെയ്തു. ഫർസാനക്ക് ഡൽഹിയിൽ നിന്ന് ഒരു മനോഹരമായ ലെഹങ്ക വാങ്ങി. ഫർസാന അത്ഭുതപ്പെട്ടു. ഇക്ക, ഇത്രയും എന്തിനാ? അജ്മലിന്റെ വീട്ടുകാർക്ക് ഇതൊന്നും വേണ്ടല്ലോ, അവൾ പറഞ്ഞു. ഫിറോസ് അവളുടെ തലയിൽ തലോടി. എന്റെ പൊന്നുമോളെ, ഇതൊന്നും നിന്റെ സന്തോഷത്തിനല്ല, ഞാൻ ചെയ്യുന്നത് എന്റെ സന്തോഷത്തിനാണ്. നിനക്ക് ഉപ്പായിട്ടും ഉമ്മായിട്ടും ഞാൻ മാത്രല്ലേ ഉള്ളൂ. എന്റെ ഒരേ ഒരു പെങ്ങൾക്ക് ഒരു കുറവും വരുത്താൻ ഞാൻ സമ്മതിക്കൂല. അവൻ പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിക്കു പിന്നിൽ ഒരു വലിയ വേദന മറഞ്ഞിരുന്നു. നിക്കാഹ് ദിവസം വന്നെത്തി. ഫർസാന ലെഹങ്കയിൽ ഒരു ദേവതയെ പോലെ തോന്നിച്ചു. ഫിറോസ് അവളെ നോക്കി ഒരു നിമിഷം അവന്റെ എല്ലാ സങ്കടങ്ങളും മറന്നു. അജ്മലും ബന്ധുക്കളും എത്തി. വിവാഹം ആഘോഷമായി നടന്നു. ഫിറോസ് എല്ലാ ചടങ്ങിന്റെയും മുന്നിൽ നിന്ന് ഉത്തരവാദിത്വത്തോടെ നടത്തിക്കൊടുത്തു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഇനി ഏതാനും മണിക്കൂറുകളെ അവൻ ഉണ്ടാവുള്ളൂ എന്നോർത്തപ്പോൾ അവന്റെ കണ്ണുകൾ ആ വീടിന്റെ ഓരോ മൂലയിലും തങ്ങി നിന്നു. പിറ്റേന്ന് ഫർസാനക്ക് പോകാനുള്ള സമയമായി. അവൾ ഫിറോസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇക്ക, ഞാൻ പോയാ ഇങ്ങളെ കാര്യം എന്താകും? ഒറ്റക്കല്ല ഇക്ക, അവൾ സങ്കടത്തോടെ ചോദിച്ചു. ഫിറോസ് കണ്ണീര് പിടിച്ചു നിർത്തി. പൊന്നുമോളെ, എന്തിനാ കരയുന്നേ? നിനക്ക് ഇത്ര നല്ലൊരു കുടുംബം കിട്ടിയില്ലേ? ഞാൻ ഒറ്റക്കല്ല, ഉമ്മയുടെയും ഉപ്പയുടെയും നിന്റെ ഓർമ്മകളും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, അവൻ പറഞ്ഞു.
അജ്മൽ ഫിറോസിന്റെ തോളിൽ കൈവച്ചു. അളിയ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ഫർസാനയെ സന്തോഷമായി നോക്കിക്കോളാം. നിനക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളെ വീട്ടിലേക്ക് വരാം, അവൻ ഉറപ്പു കൊടുത്തു. ഫർസാന നിക്കാഹ് പന്തലിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ഫിറോസിന്റെ അടുത്തേക്ക് വന്നു. അവൾ ഒരു കത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ഇക്ക, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ പോയതിനു ശേഷം ഒറ്റക്കാകുമ്പോൾ മാത്രം ഇത് തുറന്നാൽ മതി. എനിക്ക് വാക്ക് താ, അവൾ കണ്ണീർ മറച്ചുകൊണ്ട് പറഞ്ഞു. ഫിറോസ് അത്ഭുതപ്പെട്ടു. പക്ഷേ അവളുടെ വാക്ക് കേട്ട് ശരി എന്ന് പറഞ്ഞു. ഫർസാന ആ കവർ അവന്റെ കയ്യിൽ കൊടുത്തു ഒന്നും കൂടി അവളുടെ ഇക്കാനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങി. എല്ലാവരും പോയി. വീട് ശൂന്യമായി. ഫിറോസ് ഒറ്റയ്ക്ക് ആ മുറ്റത്ത് നിന്നു. ഉപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോകൾ അവനെ നോക്കുന്നത് പോലെ തോന്നി. നീ എന്താണ് ചെയ്തത് എന്ന് ആ ഫോട്ടോ അവനോട് ചോദിക്കുന്നത് പോലെ അവന് തോന്നി. അവന്റെ മനസ്സ് തകർന്നു. തറയിലിരുന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ കരഞ്ഞു. ഒരു വശത്ത് ഫർസാനയെ യാത്രയാക്കിയ സന്തോഷം, മറുവശത്ത് എല്ലാം നഷ്ടപ്പെട്ട ശൂന്യത. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫർസാന കൊടുത്ത കവർ അവന്റെ ഓർമ്മയിൽ വന്നു. കൈ വറച്ചുകൊണ്ട് അവൻ ആ കവർ തുറന്നു. അതിലൊരു കത്തും ഒരു താക്കോലും കുറച്ച് കടലാസുകളും ഉണ്ടായിരുന്നു. അവൻ കത്ത് വായിച്ചു തുടങ്ങി. എന്റെ പൊന്നിക്ക, ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ വളരെ ദൂരത്തായിരിക്കും. പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും നിന്റെ കൂടെയാണ്. ഇക്ക, എനിക്കെല്ലാം അറിയാം. എന്റെ നിക്കാഹിന് വേണ്ടി നമ്മളുടെ തറവാട് വീട് വിറ്റ കാര്യം എനിക്കറിയാം. നിങ്ങളാ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ നിങ്ങളെ തടയാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സ് മാറ്റാൻ എനിക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. ഇക്ക, നിങ്ങൾ എന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും കുറവ് അറിയിക്കാണ്ടാണ് വളർത്തിയത്. നിങ്ങളുടെ പഠനവും സ്വപ്നങ്ങളും എല്ലാം എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു. ഇപ്പോൾ എന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ വീട് പോലും വിറ്റു. പക്ഷെ എങ്ങനെ ഞാൻ ഇക്കാനെ വഴിയിൽ ഉപേക്ഷിച്ച് എന്റെ ജീവിതം തുടങ്ങുക? അതുകൊണ്ട് ഞാനും അജ്മലും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്റെ മനസ്സ് വായിക്കുന്ന ആളാണ് അജ്മൽ. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഞങ്ങൾ ഇക്കാക്ക് വേണ്ടി ഒരു ചെറിയ വീട് വാങ്ങിയിട്ടുണ്ട്. ഈ കത്തിൽ ആ വീടിന്റെ താക്കോലും കടലാസുകളും ഉണ്ട്. ഈ വീട് നമ്മളുടെ തറവാടിന്റെ വലിപ്പമില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ സ്നേഹമാണ്. നിങ്ങളുടെ ത്യാഗത്തിന് മുന്നിൽ ഒരു ചെറിയ സമ്മാനം. ദയവ് ചെയ്ത് ഇത് സ്വീകരിക്കാണ്ടിരിക്കരുത്. ഞാൻ ഒരിക്കലും സന്തോഷിക്കില്ല. നിങ്ങളുടെ പൊന്നു പെങ്ങൾ ഫർസാന. കത്ത് വായിച്ചു തീർന്നപ്പോൾ ഫിറോസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കത്തും താക്കോലും കയ്യിൽ നിന്ന് താഴെ വീണു. അവന്റെ കണ്ണുകളിലുണ്ടായിരുന്ന കണ്ണീരിൽ സന്തോഷവും സ്നേഹവും കലർന്നിരുന്നു. എന്റെ കുഞ്ഞു ഫർസാന എപ്പോഴാ ഇത്ര വലുതായതെന്ന് അവൻ ഓർത്തു. തന്റെ ത്യാഗം മാത്രമല്ല, ഫർസാനയുടെ സ്നേഹവും ഒരുപോലെ വലുതാണെന്ന് അവന് മനസ്സിലായി. അവൻ ആ താക്കോൽ കയ്യിലെടുത്ത് ചുംബിച്ചു. ആ രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് കടലാസിൽ എഴുതിയിരുന്ന അഡ്രസ്സിലേക്ക് അവൻ പോയി. തൃശൂർ ജില്ലയിലെ ഒരു ശാന്തമായ പ്രദേശത്ത് ഒരു ചെറിയ മനോഹരമായ വീട്. വീടിന്റെ മുന്നിൽ ഒരു പേര്, ഫിറോസ് മൻസിൽ. അത് കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. താക്കോൽ കൊണ്ട് വാതിൽ തുറന്നു. അകത്തെല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. ഫിറോസിന്റെയും ഫർസാനയുടെയും കുട്ടിക്കാലത്തെ ഫോട്ടോകൾ, ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു വലിയ ചിത്രം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ വീടൊരു സ്വർഗം പോലെ തോന്നി. ഫിറോസ് ഫർസാനയെ ഫോൺ വിളിച്ചു. ഫോൺ എടുത്തതും ഫർസാന കരഞ്ഞു. ഇക്ക, നിങ്ങൾക്ക് ആ വീട് ഇഷ്ടപ്പെട്ടോ? അവൾ ചോദിച്ചു. ഫിറോസിന്റെ ശബ്ദം ഇടറി. പൊന്നുമോളെ, നിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എന്ത് പറയാനാ? നിന്റെ ഇക്കയുടെ ത്യാഗത്തേക്കാൾ വലുതാണ് നിന്റെ ഈ സമ്മാനം, അവൻ പറഞ്ഞു. ഫർസാന സന്തോഷത്തോടെ പറഞ്ഞു. ഇക്ക, ഈ വീടല്ല, നിങ്ങളാണ് എന്റെ സമ്മാനം. നിങ്ങളുടെ സ്നേഹത്തിനു മുന്നിൽ ഇതൊന്നുമല്ല. അന്ന് ഇക്കാക്കും പെങ്ങൾക്കും ഫോണിൽ ഒരുപാട് നേരം സംസാരിക്കാനുണ്ടായിരുന്നു. അവരുടെ കണ്ണീർ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയുമായിരുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇക്കയും പെങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധമാണ്. ഒരിക്ക തന്റെ പെങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി എന്തും ത്യാഗം ചെയ്യും. അതേപോലെ ഒരു പെങ്ങൾ തന്റെ ഇക്കയുടെ സ്നേഹത്തിനു വേണ്ടി ഏത് കടലും കടക്കും.